ഇറാൻ യുദ്ധത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അമേരിക്ക പുറത്തുവിട്ടു. US കോൺഗ്രസ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഈ കണക്കുകൾ പ്രകാരം 42 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. 42 ആരുടെ മുന്നിലാണ് നഷ്ടമായത്? ഏതാണ്ട് 45 വർഷക്കാലമായി ഉപരോധം നേരിടുന്ന, വലിയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത, സാമ്പത്തിക ഉപരോധവും വാണിജ്യ ഉപരോധവും എല്ലാ ഉപരോധവും നേരിടുന്ന, ലോകമൊറ്റക്കെട്ടായി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു രാജ്യത്തിനെ അടിക്കാൻ പോയിട്ടാണ് 42 യുദ്ധവിമാനങ്ങൾ F-35 അടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ F-35 അടക്കം നഷ്ടപ്പെട്ടതിലൂടെ ഏതാണ്ട് നേരിട്ടുള്ള റിക്കവർ ചെയ്യാനാകാത്ത നഷ്ടം മാത്രം 260 കോടി രൂപയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ട മുഴുവൻ സംഗതികളും നേരെയാക്കി എടുക്കുന്നതിന് US കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് $7.6 ബില്യൺ വേണമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 760 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് US കോൺഗ്രസ് പറയുന്നത്. അതുപോലും മെലിഞ്ഞ കണക്കാണ്. ഒരിക്കലും സത്യസന്ധവും സുതാര്യവുമായ കണക്കായിരിക്കില്ലത്. അതിൻ്റെ 4 ഇരട്ടിയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടാവും. ഈ നഷ്ടം അമേരിക്കയ്ക്ക് മാത്രമാണ്. അമേരിക്ക, നമ്മൾ ഓർക്കേണ്ടത്, ഒരിക്കലും ഈ യുദ്ധത്തിനിടയിൽ ഡയറക്റ്റായി ഇറാൻ ആക്രമിക്കപ്പെട്ടിട്ടുള്ള രാജ്യമല്ല. ഇറാനാൽ അമേരിക്ക ആക്രമിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അമേരിക്കയെ ആക്രമിച്ചില്ലെങ്കിലും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിന് പിന്നിൽ നിന്ന് നയിച്ച് വിമാനങ്ങൾ അയച്ചു കൊടുത്ത അമേരിക്കയ്ക്ക് ഇത്രയും കോടി രൂപയുടെ നഷ്ടം വന്നെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും ഇസ്രയേലിന്. വെടിനിർത്തിയത് ആരും പറഞ്ഞിട്ടല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ. ഈ നഷ്ടം, അഥവാ ഈ ഉണ്ടായ നഷ്ടം, നമ്മുടെ ട്രംപ് വിചാരിച്ചതുപോലെ ഏതെങ്കിലും കച്ചവടത്തിലൂടെ 10 പൈസ പോലും തിരിച്ചു പിടിക്കാനും കഴിഞ്ഞില്ല. സാധാരണ യുദ്ധത്തിനിറങ്ങുമ്പോൾ യുദ്ധത്തിന് തുടക്കമിട്ട ശേഷം സമാധാന സേന അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെയുള്ള വിവിധ പേരുകളിൽ വിവിധ രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആക്രമണം നടത്തി തകർത്തെറിഞ്ഞിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പിരിക്കുമായിരുന്നു. ആകെ കേട്ടത് കുറച്ച് കാശ് ഒപ്പിക്കാൻ കഴിഞ്ഞത് UAEയിൽ നിന്ന് മാത്രമാണ്. ബാക്കി രാജ്യങ്ങളിൽ നിന്നൊന്നും വലുതായി കാശ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എല്ലാ അർത്ഥത്തിലും ഒരു നഷ്ടക്കച്ചവടമായി. ഇത് യുദ്ധത്തിൽ ഡയറക്റ്റായി ഉണ്ടായ കെടുതികളുടെ നഷ്ടം മാത്രമാണ്. എന്നാൽ ഇറാൻ മിഡിൽ ഈസ്റ്റിനെ ആക്രമിച്ചതിൽ എത്ര കോടി ഡോളറിൻ്റെ നഷ്ടം വന്നിട്ടുണ്ടെന്ന് അവർ കണക്കുകൾ പുറത്തുവിടാത്തതുകൊണ്ട് ലോകത്തിന് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ അതാത് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആ നഷ്ടത്തിൻ്റെ തോത് നമുക്ക് കണക്കാക്കാം. ഇതെല്ലാം ഡയറക്റ്റ് നഷ്ടങ്ങളാണ്. എന്നാൽ ഇൻഡയറക്റ്റായിട്ടുള്ള പരോക്ഷ നഷ്ടങ്ങൾ എത്ര കോടിയോളം വരുമെന്ന് നമുക്ക് ഊഹിക്കാനാവില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ നിയന്ത്രണങ്ങൾ, അതുവഴിയുണ്ടായ തകർച്ച, അതുപോലെ തന്നെ ഗുഡ്സും ഷിപ്മെൻറ്റും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിൽ ഹാർബറുകൾക്കുണ്ടായ നഷ്ടം, ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കുണ്ടായ നഷ്ടം, ഇതെല്ലാം കൂടി നോക്കിയാൽ എത്ര ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ യുദ്ധത്തിലൂടെ നഷ്ടം വന്നത് എന്നത് മനസ്സിലാവും. അപ്പോൾ ചോദിക്കും, ഇറാന് നഷ്ടം വന്നില്ലേ എന്ന്? ഇറാനെ സംബന്ധിച്ചിടത്തോളം തെരുവിൽ കിടക്കുന്നവനെ മോഷ്ടിക്കാൻ വരുന്നത് പോലെയാണ് ഇറാനെ ആക്രമിക്കാൻ വരുന്നത്. അവരുടെ പരമ്പരാഗതമായ ചില കെട്ടിടങ്ങൾ തകർക്കാനും ചിലരെ കൊല്ലാനും ഒക്കെ കഴിയുന്നതിനപ്പുറത്ത് മറ്റ് കാര്യമായ ഒന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളമില്ല. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ ചുരുക്കത്തിൽ കയ്യിലൊരു പൈസ പോലും കിട്ടാതെ കോടികൾ നഷ്ടപ്പെട്ട 42 വിമാനങ്ങൾ F-35 അടക്കം നഷ്ടപ്പെട്ട ഒരു യുദ്ധമാണ് അമേരിക്ക നടത്തിക്കൂട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് വമ്പ് പറഞ്ഞ് ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ അടിച്ചിട്ടതൊക്കെ എണ്ണം പറയുന്ന ട്രംപിന് 42 എന്ന് പറയാൻ ലജ്ജ കാണും. അതിനാണ് ചില മൃഗങ്ങൾ ചില അവയവങ്ങൾ തുറക്കുന്നത് പോലെ വാതുറന്ന് വിടുവായിത്തങ്ങൾ പറയുന്നത്.